കോൺഗ്രസിന്റെ കൈപ്പത്തി തട്ടി ബി.ജെ.പി. തട്ടകത്തിലെത്തിയ പത്മജ വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിക്കുമോ എന്ന ചോദ്യങ്ങൾക്ക് പല അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഉത്തരമായിരിക്കുന്നു. ഇക്കുറി എന്തായാലും താമര ചിഹ്നത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പത്മജ ഇല്ലെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പത്മജയുടെ ഭർത്താവ് വേണുഗോപാലാണ് ഇങ്ങനെയൊരു പ്രസ്താവന നടത്തിയത്. മാത്രമല്ല, ഈയൊരു സാഹചര്യത്തിൽ തൃശൂരിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ ബി.ജെ.പി. ആവശ്യപ്പെട്ടാൽ ഉറപ്പായും പ്രചരണത്തിനിറങ്ങുമെന്നും ഇനിയുള്ള രാഷ്ട്രീയം ബി.ജെ.പിയിൽ തന്നെ ആയിരിക്കുമെന്നും വേണുഗോപാൽ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പ് കാലത്തിനിടയിൽ തന്നെ ഇങ്ങനെയൊരു നീക്കം നടന്നതിന് പിന്നാലെ പത്മജയ്ക്കൊരു ലോക്സഭാ സ്ഥാനാർത്ഥിത്വം ബി.ജെ.പി. നൽകുമോ എന്നതും വലിയൊരു ചോദ്യമായി നിലനിൽക്കുന്ന അവസരത്തിലാണ് ഇത്തരമൊരു പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. ആരോഗ്യകരമായ പ്രശ്നങ്ങൾ പത്മജയ്ക്കുണ്ടായിരുന്നു. അതൊക്കെ ഭേദമായി വരികയാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായാൽ 7 നിയോജക മണ്ഡലങ്ങളിലും ഓടി നടക്കേണ്ടി വരും. എല്ലായിടത്തും ഓടി നടന്ന് പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു ആരോഗ്യസ്ഥിതി ഇപ്പോഴില്ലെന്നും പത്മജയുടെ ഭർത്താവ് വേണുഗോപാൽ പറഞ്ഞു. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവുമായ കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ കോൺഗ്രസിനെ കൈവിട്ട് ബി.ജെ.പിയുടെ തട്ടകത്തിലേക്ക് എത്തിയതാണ് രാഷ്ട്രീയ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. കോൺഗ്രസിൽ നിന്ന് പത്മജ അകന്നു തുടങ്ങിയതെന്നു മുതലാണ് ബി.ജെ.പിയിലേക്ക് പത്മജ എത്താനുണ്ടായ കാരണം അതെന്താണെന്ന് കൂടി വിശദമാക്കാം. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് നേതൃത്വവുമായി അകന്നു തുടങ്ങിയത് പ്രധാനമായും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് വിവാദമായ ഒരു ഇറക്കിവിടലിന് ശേഷമാണ്. അതുകൂടാതെ ആ തെരഞ്ഞെടുപ്പിൽ പത്മജ തോൽക്കുക കൂടി ചെയ്തതോടെ അകൽച്ച വീണ്ടും കൂടുകയും ചെയ്തു. ഇലക്ഷൻ പ്രചരണ സമയത്ത് പ്രിയങ്ക ഗാന്ധി പങ്കെടുത്ത റോഡ് ഷോയിൽ പ്രിയങ്കയുടെ വാഹനത്തിൽ കയറാൻ പത്മജയെ അനുവദിച്ചില്ല എന്നതാണ് ഈ അകൽച്ചയുടെ എല്ലാം തുടക്കമായി കണക്കാക്കുന്നത്. തനിക്ക് ആഗ്രഹമുണ്ടെന്ന് അവർ പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷം പുറത്താവുകയായിരുന്നു. പിന്നീട് വേദിയിൽ വെച്ചും അക്കാര്യം അവർ പ്രിയങ്കയെ അറിയിക്കുകയും ചെയ്തു. തിരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി തോറ്റതോടെ പ്രശ്നം വീണ്ടും രൂക്ഷമാകുന്നു. ഇതുകൂടാതെ തന്നെ തോൽപ്പിക്കാൻ ശ്രമിച്ചവരുടെ ഒരു പട്ടിക തന്നെ പത്മജ ഔദ്യോഗികമായി പാർട്ടിക്ക് പരാതിയായി കൈമാറുന്നു. ഡി.സി.സി. പ്രസിഡന്റായിരുന്ന എം.പി. വിൻസെന്റും ടി.എൻ. പ്രതാപനുമാണ് പ്രിയങ്കയുടെ വാഹനത്തിൽ കയറാതെ തന്നെ തടഞ്ഞതെന്നും ഇരുവരോടും വിശദീകരണം ചോദിക്കണമെന്നും അവർ കെ.പി.സി.സിക്ക് കത്ത് നൽകി. എന്നാൽ പരാജയം മൊത്തത്തിൽ വിലയിരുത്തുക മാത്രമാണ് കെ.പി.സി.സി. അന്ന് ചെയ്തത്. ഇതോടെ പതുക്കെ പത്മജ പാർട്ടിയിൽ നിന്നും അത്ര സജീവമല്ലാതെയായി. ഇതിനു പിന്നാലെ ഇടക്കാലത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം കുറച്ചുകാലം വീട്ടിലിരിക്കാൻ നിർബന്ധിതയാവുകയും ചെയ്തു. പിന്നീട് ഇവർ തിരിച്ചെത്തുന്നു. ഈ കാലയളവിൽ ടി.എൻ. പ്രതാപൻ നയിക്കുന്ന പദയാത്രയിലും പത്മജ പങ്കെടുത്തിരുന്നു. എന്നാലും 2 കാര്യങ്ങൾ അവർ വ്യക്തമായി കെ.പി.സി.സിയെ അറിയിച്ചിരുന്നു. ഒന്ന്, കോൺഗ്രസ് എപ്പോഴും ലീഡ് ചെയ്യുന്ന സ്ഥലത്ത് പോലും പാർട്ടി പുറകിൽ പോകാൻ ഇടയാക്കിയതിൽ മനഃപൂർവ്വം ചിലർ നടത്തിയ പ്രവർത്തനങ്ങളുണ്ട്. 2, ഇവരെ സംരക്ഷിക്കുന്നത് ഡി.സി.സി. നേതൃത്വത്തിലെ ചിലരാണ്. ഇതിലൊരാൾക്ക് പത്മജയുടെ വീട് നിൽക്കുന്ന പ്രദേശത്തെ മണ്ഡലം ചുമതല കൂടി കൊടുത്തതോടെ പത്മജ പാർട്ടിക്കുള്ളിൽ രൂക്ഷമായി തന്നെ തൻ്റെ വിയോജിപ്പ് അറിയിക്കുന്നു. കെ സുധാകരൻ അന്ന് ഇക്കാര്യം ഗൗരവത്തോടെ കാണുമെന്ന ഉറപ്പും പരിഹാരം കാണാമെന്നും പത്മജയ്ക്ക് വാക്ക് നൽകിയിരുന്നു. പക്ഷേ വീണ്ടും പത്മജയുടെ പ്രദേശത്തുള്ള പാർട്ടി ഭാരവാഹിത്വ നിയമനങ്ങളിൽ അവരുടെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാതായതോടെയാണ് പത്മജ പാർട്ടി വിടാൻ തീരുമാനിക്കുന്നത്. 4 മാസം മുൻപാണ് ഇക്കാര്യം പത്മജ ആദ്യമായി ചർച്ച ചെയ്യുന്നത്. തുടർന്ന് നേരിട്ട് ഡൽഹിയുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. പ്രവേശനം തീരുമാനിക്കുകയും ചെയ്യുന്നു. പത്മജയുടെ പാർട്ടി വിടൽ നേരിടാൻ ഡി.സി.സി. അർദ്ധരാത്രി തന്നെ സംവിധാനമൊരുക്കിയതും ശ്രദ്ധേയമായി. ആരും പത്മജയുടെ കൂടെ പോകുന്നില്ല എന്ന് ഉറപ്പാക്കാനായി നേതാക്കളുടെ ഒരു വലിയ നിര തന്നെ രാത്രി രംഗത്തിറങ്ങി. ബുധനാഴ്ച രാത്രി 9 മണിയോടെയാണ് പത്മജ ബി.ജെ.പിയിലേക്കെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചത്. ഉടൻ പ്രതിരോധം ശ്രമവും കോൺഗ്രസ് പ്രവർത്തകർ തുടങ്ങുന്നു. പത്മജയുടെ ആവശ്യപ്രകാരം നിയമിച്ച 5 മണ്ഡലം പ്രസിഡന്റുമാരെയും 2 ബ്ലോക്ക് പ്രസിഡന്റുമാരെയും ബന്ധപ്പെടുകയാണ് ആദ്യം കോൺഗ്രസ് നേതൃത്വം ചെയ്തത്. ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂരും ടി.എൻ. പ്രതാപനും ഇവരുമായി പലതവണ ആശയവിനിമയം നടത്തുകയും പത്മജയ്ക്കൊപ്പം പോകില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യുന്നു. അതിനുശേഷം രാവിലെ തന്നെ മുതിർന്ന നേതാക്കളുടെയും മണ്ഡലം ബ്ലോക്ക് പ്രസിഡന്റുമാരുടെയും യോഗം വിളിച്ചു. പത്മജ പോയത് വെല്ലുവിളിയായി ഏറ്റെടുക്കുകയും ഒരു കോട്ടവും ഉണ്ടാകില്ല എന്ന് തെളിയിക്കുകയുമാണ് വേണ്ടതെന്നുമായിരുന്നു പ്രധാനപ്പെട്ട യോഗത്തിലെ തീരുമാനം. ആരും മാധ്യമങ്ങളെയും പൊതുയോഗങ്ങളിലും ഇക്കാര്യം ചർച്ച ചെയ്യില്ലെന്നും കടുത്ത വാക്കുകൾ ഉപയോഗിക്കില്ലെന്നും തീരുമാനിക്കുന്നു. ചെറുകിട നേതാക്കൾ പോലും പത്മജയ്ക്കൊപ്പം പോയില്ലെന്ന് രാവിലെ 10 മണിയോടെയാണ് ഉറപ്പാക്കിയത്. കരുണാകരന്റെ വീട് നിൽക്കുന്ന പൂങ്കുന്നം പ്രദേശത്തെ പ്രാദേശിക നേതാക്കൾ ഒരുമിച്ച് പാർട്ടിക്കൊപ്പം നിൽക്കുമെന്നും ഇത് ഉറപ്പുവരുത്തിയതും ഡി.സി.സി. നേതൃത്വം തന്നെയാണ്. മാത്രമല്ല,
പത്മജയുടെ കൂടെ നിന്ന് ഗ്രൂപ്പ് കളിച്ചവരെ പരമാവധി കൂടെ നിർത്താനും അവർക്ക് തിരഞ്ഞെടുപ്പ് ചുമതലകൾ പതുപോലെ നൽകാനും കൂടി കോൺഗ്രസ് ശ്രമിച്ചു എന്നതും ശ്രദ്ധേയകരമായ കാര്യമാണ്. എന്തായാലും വളരെ അപ്രതീക്ഷിതമായ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തന്നെയാണ് കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. പത്മജയ്ക്ക് പിന്നാലെ ഒരു കോൺഗ്രസ്സുകാരനും BJPയിലേക്ക് പോയില്ലെങ്കിലും കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാവ് AK ആന്റണിയുടെ മകന് പിന്നാലെ K കരുണാകരൻ്റെ മകൾ കൂടി പാർട്ടി വിട്ടത് കോൺഗ്രസിൻ്റെ വലിയ ക്ഷീണം തന്നെയാണ്. K കരുണാകരൻ്റെ മക്കൾ ഇരു പാർട്ടികൾക്കും വേണ്ടി മുഖാമുഖം പ്രചരണത്തിനിറങ്ങുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.